Hello everyone, welcome to Photon with Skips. ഇന്ന് നമ്മൾ മാത്സിലെ 2D and 3D ഷേപ്സിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. മാത്സിന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും കാൽക്കുലേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ഓർക്കുന്നത്. പക്ഷെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഷേപ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് 2D, എന്താണ്, അത് കഴിഞ്ഞിട്ടായിരിക്കും 3D ഷേപ്സിനെ പറ്റി പറയാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, 2D ഷേപ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. 2D ഷേപ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ഷേപ്സ്, അതായത് അതിന് പ്രത്യേക എന്താ പറയാ, ഇപ്പൊ ഒരു ടേബിളിന്റെ പൊക്കത്ത് വെക്കുവാണെങ്കിൽ അത് ഫ്ലാറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുക. മറ്റത് സോളിഡ് ഷേപ്സ് അല്ലെങ്കിൽ 3D ഷേപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ വോളിയം ഉണ്ടാകും, കുറച്ചും കൂടെ ഹൈറ്റ്, ആ രീതിക്ക് ആയിരിക്കും ഇരിക്കുക. മനസ്സിലായോ? അപ്പൊ 2D ഷേപ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ഷേപ്സ് ആയിരിക്കും എന്ന് മറക്കരുത്. പ്ലെയിൻ ഷേപ്സിനെയാണ് നമ്മൾ 2D ഷേപ്സ് എന്ന് പറയാം. കമ്മിങ് ടു ഏതൊക്കെയാണ് 2D ഷേപ്സ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മേജർ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് 2D ഷേപ്സ് മാത്രമാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുക കേട്ടോ. സോ ആദ്യം തന്നിരിക്കുന്ന ഫിഗർ എന്താണ്? ആർക്കൊക്കെ ഈ ഫിഗറിന്റെ പേര് അറിയാന്നുള്ള ഒരു കമന്റ് ബോക്സിൽ പറയണേ. ഈ ഫിഗറിന്റെ പേരാണ് ട്രയാങ്കിൾ. അതായത് 3 സൈഡുള്ള ഒരു ഫിഗറിനെയാണ് നമ്മൾ എന്ത് പറയാ? ട്രയാങ്കിൾ എന്ന് പറയാം. ഇപ്പൊ ഇത് നോക്കിക്കേ, ഇതാണ് ഫസ്റ്റ് സൈഡ്. ഓക്കെ, ആൻഡ് ദിസ് വൺ ഇസ് ദി സെക്കൻഡ് വൺ ആൻഡ് ദിസ് ഇസ് ദി തേർഡ് സൈഡ്. ഓക്കെ, അപ്പൊ 3 സൈഡുള്ള, അതായത് 3 വശങ്ങളുള്ള ഒരു ഫിഗറിനെയാണ് നമ്മൾ എന്ത് പറയാ? ട്രയാങ്കിൾ എന്ന് പറയാം. ഇപ്പൊ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? 3 സൈഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന് 3 കോർണേഴ്സ് ഉണ്ട്. കോർണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എഡ്ജസ് ആണല്ലേ. മലയാളത്തിൽ നമ്മൾ മൂലകൾ എന്ന് പറയും. അതായത് ഈ ഒരു ഫിഗർ എടുത്താൽ ഇതിന് 3 കോർണേഴ്സ് ഉണ്ടെന്നാണ് പറയാം. അപ്പൊ ആദ്യം പഠിച്ച 2D ഷേപ്പ് എന്താണ്? ട്രയാങ്കിൾ. മറക്കരുത്, ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 സൈഡ്സ് ആണ്, 3 കോർണേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഈ ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് ആർക്കെങ്കിലും ഒന്ന് പറയാവോ? ഇപ്പൊ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും തിങ്സ് ആയിരിക്കാം, കണ്ടിട്ടുള്ള തിങ്സ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയണേ. നമുക്ക് നോക്കാം കുറച്ച് എക്സാമ്പിൾസ്. ആദ്യത്തെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു പിസ്സ ആണ് അല്ലെ. അതായത് പിസ്സയുടെ ഒരു പീസ് ഓഫ് പിസ്സയാണ് കാണിച്ചിരിക്കുന്നത്. അത് എന്ത് കൈൻഡ് ഓഫ് ഷേപ്പ് ആണ്? ഒരു ട്രയാങ്കുലർ ഷേപ്പ് അല്ലേ? നോക്കിക്കേ, ഇതൊരു സൈഡ്, ഇതൊരു സൈഡ്, ഇതൊരു സൈഡ്. അപ്പൊ 3 സൈഡും ഉണ്ട്, 3 കോർണേഴ്സും ഉണ്ട്. അപ്പൊ പിസ്സയുടെ ആ ഒരു പീസ് ഓഫ് പിസ്സയാണ് നമ്മൾ എന്ത് പറയാ? ട്രയാങ്കുലർ ഷേപ്പിൽ പിസ്സ എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ ഇതൊരു ഹാങ്ങർ ആണല്ലേ. അതായത് നമ്മൾ വീട്ടിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രൈ ചെയ്യാൻ വേണ്ടി ഇടുന്നൊരു സാധനമാണ്, അതൊരു തിങ് ആണ് ക്ലോത്ത് ഹാങ്ങർ എന്ന് പറയാം. ക്ലോത്ത് ഹാങ്ങർ എന്ത് ഷേപ്പിലായിരിക്കുന്നത്? ഒരു ട്രയാങ്കുലർ ഷേപ്പ് ആണല്ലേ. ട്രയാങ്കുലർ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ പറഞ്ഞത്, 3 സൈഡുള്ള ഏത് ഷേപ്പിനെ നമ്മൾ എന്താന്ന് പറയാ? ട്രയാങ്കുലർ ഷേപ്പ് എന്നാണ് പറയാ. അതുപോലെ തന്നെ ഇതൊരു സാൻഡ്വിച്ച് ആണ്, ബ്രെഡ് സാൻഡ്വിച്ച് കണ്ടിട്ടുണ്ടാവുമല്ലോ. അതായത് ബ്രെഡ് ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ 3 സൈഡഡ് ആയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഈ ഒരു സാൻഡ്വിച്ചിന് നമ്മൾ ട്രയാങ്കുലർ ഷേപ്പിലുള്ള സാൻഡ്വിച്ച് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഈ ഒരു സൈൻ ബോർഡ് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. സ്കൂളിലൊക്കെ പോകുവാണെങ്കിൽ നമ്മൾ എന്താണ്, ഓരോ സൈൻ ബോർഡ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ ക്രോസ് ചെയ്യുന്ന രീതിക്ക് ഇപ്പൊ ഒരു സ്കൂൾ ഉണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് സ്ലോയിൽ പോകണം അങ്ങനെ പറയുന്നതിനൊക്കെ ഓരോ സൈൻ ബോർഡ് ഉണ്ടാവും. ആ സൈൻ ബോർഡ് എന്തിന്റെ ഷേപ്പിലാണ് വരിക? ട്രയാങ്കുലർ ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് എ ട്രീ. ഇതൊരു ക്രിസ്മസ് ട്രീ ആയിട്ട് നമുക്ക് കണക്കാക്കാം അല്ലെ. അതും എന്ത് ഷേപ്പിലാണ്? ഒരു ട്രയാങ്കിളിന്റെ ഷേപ്പിലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 സൈഡഡ് ഫിഗർ ആണ്, 3 കോർണേഴ്സ് ഉണ്ടെന്ന് മറക്കരുത്. 3 സൈഡ് ആയിട്ടുള്ള ഏതൊരു ഫിഗറിനെ നമ്മൾ ട്രയാങ്കിൾ എന്ന് പറയും. ഇനി കമ്മിങ് ടു ദ നെക്സ്റ്റ് ഫിഗർ, ദാറ്റ് ഇസ് സ്ക്വയർ. സ്ക്വയറും ട്രയാങ്കിളും ഈ 2D ഷേപ്സിന് ഡിഫറെന്റ് ആയിട്ട് പറയേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ അതിന് ഓരോരുത്തരും ഓരോ പേര് കൊടുക്കുന്നത് അതിന്റെ ഓരോരോ സൈഡുകളെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പൊ 3 സൈഡ് ആകുമ്പോൾ ട്രയാങ്കിൾ ആണെങ്കിൽ സ്ക്വയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് 4 സൈഡ്സ് ആണ് ഉണ്ടാകുക. അതായത് ദിസ് ഇസ് ദ ഫസ്റ്റ് സൈഡ്, ദിസ് വൺ ഇസ് ദി സെക്കൻഡ് സൈഡ്, ദിസ് വൺ ഇസ് ദ തേർഡ് സൈഡ് ആൻഡ് ദിസ് വൺ ഇസ് ദ ഫോർത്ത് സൈഡ്. ദാറ്റ് മീൻസ് സ്ക്വയർ ഹാസ് 4 സൈഡ്സ്. 4 സൈഡ്സ് പോലെ തന്നെ നമുക്ക് എന്ത് പറയാം? 4 കോർണേഴ്സ് ആണെന്നും പറയാം അല്ലെ. 4 സൈഡ്സും ഉണ്ട്, 4 കോർണേഴ്സും ഉണ്ട്. ഇതൊരു കോർണർ, ഇതൊരു കോർണർ, ഇതൊരു കോർണർ, ഇതൊരു കോർണർ, അങ്ങനെ 4 കോർണേഴ്സും 4 സൈഡ്സും ആണ് എന്തിനുള്ളത്? സ്ക്വയറിനുള്ളത്. ഇനി സ്ക്വയറിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 4 സൈഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈക്വൽ ആണ് അല്ലെ. അതായത് ഈ ഒരു സെന്റിമീറ്റർ, ഈ ഒരു സൈഡിന്റെ ലെങ്ത് 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 5 സെന്റിമീറ്റർ ആയിരിക്കും, ഇവിടെ 5 സെന്റിമീറ്റർ ആയിരിക്കും, ഇവിടെ 5 സെന്റിമീറ്റർ ആയിരിക്കും. ഇത്ര ഓർത്താൽ മതി. സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 സൈഡാണ്, 4 കോർണേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഓർക്കേണ്ട കാര്യം എന്താണ്? 4 സൈഡും ഈക്വൽ ആയിരിക്കും. ഇവൻ ട്രയാങ്കിളുടെ കേസിൽ നമ്മൾ 3 സൈഡാന്ന് പഠിച്ചു. ട്രയാങ്കിൾ പല രീതിക്കാണ്. 3 സൈഡ് ഈക്വൽ ആവുന്നുണ്ട്, 3 സൈഡ് ഈക്വൽ അല്ലാത്തതുണ്ട്. അതായത് 2 സൈഡ് മാത്രം ഈക്വൽ, ഇനി 3 സൈഡും ഈക്വൽ അല്ലാത്ത, അങ്ങനെ പല രീതിക്കുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഹയർ ക്ലാസ്സിൽ പഠിക്കും. ഇപ്പൊ ഇത്രയും ഓർത്താൽ മതി. സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 സൈഡാണ്. മേജർ ആയിട്ട് ഓർക്കേണ്ട കാര്യം എന്താണ്? ഈക്വൽ സൈഡ്സ് ആണെന്ന് ഓർക്കാം. ഇനി ഇതിന് കുറച്ച് എക്സാമ്പിൾസ് വരുന്നതാണ്. നമ്മൾ നേരെ കണ്ടിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് അല്ലെ. ക്യാരം ബോർഡ്, ചെസ് ബോർഡ്, അതുപോലെ തന്നെ ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്സ്, ഇതൊക്കെ 4 സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ഒരു ഫിഗർ ആണല്ലേ. അതുകൊണ്ടാണ് ഇതിനെ സ്ക്വയറിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്.
ഇനി കമ്മിങ് ടു ദ നെക്സ്റ്റ് ഫിഗർ, ദാറ്റ് ഇസ് റെക്ടാംഗിൾ. റെക്ടാംഗിളും സ്ക്വയറിനെ പോലെ തന്നെ എന്താണ്, 4 സൈഡഡ് ആണ്. പക്ഷേ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ സ്ക്വയറിന്റെ കാര്യത്തിൽ എങ്ങനെയായിരുന്നു, 4 സൈഡും ഈക്വൽ ആയിരുന്നു. പക്ഷേ റെക്ടാംഗിളിന്റെ കേസിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ആയിരിക്കും ഈക്വൽ. എങ്ങനെയാണ് പറയാ, റെക്ടാംഗിളിന്റെ കേസിൽ ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഈ 2 സൈഡ്സ്, ഇത് 2 ഓപ്പോസിറ്റ് അല്ലേ, എതിരായിട്ട് നിൽക്കുന്ന സൈഡ്സ്. അതുപോലെ തന്നെ ഈ സൈഡും ഓക്കെ, ഈ 2 സൈഡ്സ് ആയിരിക്കും ഈക്വൽ ആവുക. അപ്പൊ ഓർത്തിരിക്കുക, റെക്ടാംഗിളിന്റെ കേസിൽ എങ്ങനെയാണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഓക്കെ, സ്ക്വയറിന്റെ കേസിൽ എങ്ങനെയാണ്, ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആയിരുന്നു. റെക്ടാംഗിളിന്റെ കേസ് വരുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആണെന്നുള്ള കേസ് മറക്കരുത്. ഇതും സ്ക്വയറിന്റെ പോലെ തന്നെ 4 സൈഡ്സ് ആണുള്ളത്, അതുപോലെ തന്നെ 4 കോർണേഴ്സ് ആണുള്ളതെന്ന് പഠിക്കാം. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ പറയുന്നത്, റെക്ടാംഗിളിന്റെ കേസിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി കമ്മിങ് ടു ദ എക്സാമ്പിൾസ് ഓഫ് റെക്ടാംഗിൾ. എന്തൊക്കെയായിരിക്കും എക്സാമ്പിൾസ് റെക്ടാംഗിളിന്റെ? ഇതൊക്കെ നമ്മൾ ഡെയിലി കാണുന്ന സാധനങ്ങളാണല്ലേ. ആദ്യത്തെ നോക്കി നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും കാണുന്ന ഒരു സംഭവമാണല്ലേ ബ്ലാക്ക് ബോർഡ്. ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നൊക്കെ ആ ബോർഡിലായിരിക്കും. ആ ബോർഡിന്റെ ഷേപ്പ് ഒന്ന് നോക്കിക്കേ, അത് ഇതുപോലെ തന്നെ റെക്ടാംഗുലർ ഷേപ്പ് ആണ്. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, ഒരു എൻവലപ്പ് ആയിക്കോട്ടെ, നമ്മൾ ലെറ്റർ ഒക്കെ ഇട്ട് കൊടുക്കുന്ന എൻവലപ്പ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ LED TV ആയിക്കോട്ടെ, ഈ സാധനങ്ങളൊക്കെ റെക്ടാംഗിളിന്റെ എക്സാമ്പിൾ ആണ്. അതായത് റെക്ടാംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, 4 സൈഡഡ് ഫിഗർ ആണ്, 4 കോർണേഴ്സ് ഉണ്ട്, ഓപ്പോസിറ്റ് സൈഡ്സ് ആയിരിക്കും ഈക്വൽ ആയിട്ട് വരിക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ഷേപ്പ് എന്ന് പറഞ്ഞാൽ സർക്കിൾ ആണ്. ഇത് ബാക്കിയുള്ള ഷേപ്സിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആണ്. അതായത് ഇത് എന്ത് കൈൻഡ് ഓഫ് ഷേപ്പ് ആണ്, ഒരു റൗണ്ട് ലൈക്ക് ഷേപ്പ് ആണ് അല്ലെ. ഇതിനൊരു സ്ട്രെയിറ്റ് സൈഡ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ എന്താണ് ഇതിനെ പറയുന്നത്, ഇതൊരു സർക്കിൾ ആണ്, റൗണ്ട് ലൈക്ക് ഷേപ്പ് എന്നാണ് ഇതിനെ പറയാ. ഓക്കെ, സോ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് എന്തായിരിക്കും, യൂഷ്വലി നമ്മൾ കാണാറുള്ളതാണ് ക്ലോക്സും കാര്യങ്ങളൊക്കെ. ക്ലോക്ക് ഇപ്പൊ പല കൈൻഡ് ഓഫ് ഷേപ്സ് ഉണ്ടെങ്കിലും മേജർലി നമ്മൾ പറയുന്നത് ക്ലോക്കിന് റൗണ്ട് ലൈക്ക് ഷേപ്പ്. അപ്പൊ റൗണ്ട് ഫിഗർ ആയിട്ടുള്ള ക്ലോക്കിനെ ആണെങ്കിൽ നമ്മളത് സർക്കിളിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് കണക്കാക്കാം. നമ്മൾ ഓൾറെഡി ഒരു പിസ്സ നമ്മൾ ട്രയാങ്കിൾ പഠിച്ചിരുന്നില്ലേ. അതായത് ഹോൾ പിസയുടെ ഒരു പീസ് എടുക്കുമ്പോൾ അത് ട്രയാങ്കുലർ ഷേപ്പ് ആയിരുന്നു. പക്ഷെ മൊത്തത്തിൽ ഒരു പിസ്സ ആണെങ്കിലോ അതിന് ഒരു സർക്കുലർ ഷേപ്പ് ആയിട്ടല്ലേ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു സർക്കിളിന് എക്സാമ്പിൾ ആയിട്ട് വരും. ദെൻ അതുപോലെ തന്നെ കാറിന്റെ ഒക്കെ വീല് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലായും, അതും റൗണ്ട് ഷേപ്പ് ആണ് അല്ലെ. അത് എന്തിന് എക്സാമ്പിൾ ആണ്, സർക്കിളിന് എക്സാമ്പിൾ ആണ്. പിന്നെ റിംഗ്, ഇതൊക്കെയാണ് സർക്കിൾസിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 2D ഷേപ്സിൽ പഠിക്കുന്നത്. ഇത് കൂടാതെ വേറെ 6 സൈഡഡ് 7 സൈഡഡ് ഒക്കെ ഉണ്ട് ഫിഗേഴ്സ്. അത് നമ്മൾ ഹയർ ക്ലാസ്സിൽ പഠിക്കും. ഇപ്പൊ ഓർക്കുക, 2D ഷേപ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു, ട്രയാങ്കിൾ, സ്ക്വയർ, റെക്ടാങ്കിൾ ആൻഡ് സർക്കിൾ. കമ്മിങ് ടു സോളിഡ് ഷേപ്സ്. 2D ഷേപ്സ് നമ്മൾ പറഞ്ഞ ഫ്ലാറ്റ് ആണ്, പ്ലെയിൻ ആണ്. ഇപ്പൊ പറഞ്ഞതൊക്കെയാണ് 2D ഷേപ്സ്. സോളിഡ് ഷേപ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു 3 ഡയമെൻഷൻ ആണ്. പേര് ഇട്ടിട്ട് അങ്ങനെ പേടിക്കൊന്നും വേണ്ട. 3 ഡയമെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ചുകൂടി വോളിയം ഇൻക്ലൂഡ് ചെയ്യുന്ന സംഭവമാണ്. അതായത് കുറച്ചുകൂടി ഹൈറ്റിൽ ഇരിക്കുക, ഒരു ടേബിളിൽ വെച്ച് ഒരു ഹൈറ്റിൽ ഇരിക്കുക, അങ്ങനെയൊക്കെയാണ് വരിക. ഫോർ എക്സാമ്പിൾ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലേ. നിങ്ങൾ ഇത് ഡയസ് ആണ്, കണ്ടിട്ടുള്ളവരുണ്ടാവും. അതുപോലെ ഇറേസർ ഒക്കെ യൂഷ്വലി എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്, വാട്ടർ ബോട്ടിൽ. ഇതൊക്കെ ഓരോ കൈൻഡ് ഓഫ് സോളിഡ് ഷേപ്സ് ആണ്. അപ്പൊ നമ്മൾ ഓരോ സോളിഡ് ഷേപ്സ് പഠിച്ചു കഴിയുമ്പോഴും എന്താണ് ഇതിനെ പറ്റിയിട്ട് ഏതൊക്കെയാണ് ആ ഓരോ ഷേപ്സ് എന്ന് നമുക്ക് പറയാം കേട്ടോ. സോ കമ്മിങ് ടു ദ ഫസ്റ്റ് ഷേപ്പ്, ഏതൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്, റൗണ്ട് ലൈക്ക് ഷേപ്പിനെ പോലെ ഉണ്ടല്ലേ. അതായത് ഒരു സർക്കിൾ പോലെ സിമിലർ ആണ് ഈ ഒരു 3D ഷേപ്പ് എന്ന് പറഞ്ഞ സോളിഡ് ഷേപ്പ്. ഏതൊക്കെ ഇവിടെ തന്നിരിക്കുന്നത്, ഒരു ഫുട്ബോൾ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഓറഞ്ച് തന്നിട്ടുണ്ട്, എർത്തിന്റെ ഫിഗർ ഒക്കെ തന്നിട്ടുണ്ടല്ലേ. ഇതിനകത്ത് നമുക്ക് എന്താ മനസ്സിലാവുന്നത്, ഇതൊരു റൗണ്ട് ലൈക്ക് ഷേപ്പ് ആണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. അതായത് സർക്കിൾ പോലെ തന്നെ ഒരു സോളിഡ് ഷേപ്പ്. ആ ഷേപ്പിന്റെ പേരെന്താണ്, സ്ഫിയർ എന്ന് പറയും. അതായത് സർക്കിൾ അല്ല, സർക്കിൾ പോലെ ഇരിക്കുന്ന ഒരു 3D ഷേപ്പ്, ഒരു 3 ഡയമെൻഷൻ ആയിരിക്കും അതിനുണ്ടാകുക. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ടേബിളിൽ വെച്ചാൽ സർക്കിൾ ഒക്കെയാണ് വെക്കുന്നെങ്കിൽ 2D ഷേപ്പ് ആണെങ്കിൽ ഫ്ലാറ്റ് പോലെ ഇരിക്കുക. ഇതെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ നിൽക്കുന്ന രീതിക്കായിരിക്കും. ഇപ്പൊ നമ്മൾ ഫുട്ബോൾ കൊണ്ട് നിൽക്കുകയാണ്, അപ്പൊ ഒരു നിൽക്കുന്ന രീതിക്കല്ലേ ഫീൽ ചെയ്യുക. അതിനെയാണ് സ്ഫിയർ എന്ന് ഉദ്ദേശിക്കുന്നത്, 3D ഷേപ്പ് ആയിട്ട് വരുന്ന ആദ്യത്തെ ഫിഗർ. നെക്സ്റ്റ് വൺ ഇസ് സിലിണ്ടർ എന്ന് പറയും. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, ഒരു കാൻഡില്, അതുപോലെ തന്നെ ഒരു ബാറ്ററി ഉണ്ട്, മഗ് ഉണ്ട് അല്ലേ. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, സിലിണ്ടർ എന്ന് പറഞ്ഞ സോളിഡ് ഷേപ്പിന് എക്സാമ്പിൾ ആണ്. ഇങ്ങനെയാണ് സിലിണ്ടർ ഇരിക്കുക. ഇപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഹയർ ക്ലാസ്സിൽ പറയട്ടെ. ഇപ്പൊ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോവാണ് എന്താണ് സോളിഡ് ഷേപ്സ് എന്ന്. അതായത് ഇങ്ങനെ സ്പെറിക്കൽ ഈ ഒരു രീതി വന്നിട്ട് 2 ഫേസ് ആയിരിക്കും, 2 സർക്കിൾ ലൈക്ക് ഫേസ് ആയിരിക്കും ബോട്ടം ടോപ്പിലും ഉണ്ടാകുക. അങ്ങനെ വരുന്നതിനാണ് സിലിണ്ടർ. ഇപ്പൊ ഒരു ക്യാൻഡിൽ എടുത്ത അങ്ങനത്തെ ഷേപ്പ് അല്ലേ, നോക്കിക്കേ. ഒരു മഗ്ഗിനും അങ്ങനത്തെ ഷേപ്പാണ്. അതായത് ഇങ്ങനെ ഒരു ഷേപ്പ് വന്നിട്ട് ടോപ്പിലും എൻഡിലും എന്താണ്, ഒരു സർക്കിൾ ലൈക്ക് ഷേപ്പ് വരിക. അതിനാണ് നമ്മൾ എന്ത് പറയാ, സിലിണ്ടർ എന്ന് പറയാ. കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഇസ് ക്യൂബ് എന്ന് പറയും. ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റുബിക്സ് ക്യൂബ് എല്ലാവരും ഇപ്പൊ കണ്ടിട്ടുണ്ടാവും അല്ലെ. അതുപോലെ തന്നെ ഡയസ്, അതുപോലെ തന്നെ ഈ സ്ക്വയർ ലൈക്കിലുള്ള ഗിഫ്റ്റ് ബോക്സ്, ഇതൊക്കെയാണ് ക്യൂബിന്റെ ഷേപ്പിന് എക്സാമ്പിൾ ആയിട്ട് പറയാം.
കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഇസ് ക്യൂബോയിഡ്. ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ ക്യൂബ് പോലെ തന്നെയാണ്. ക്യൂബിന്റെ പ്രത്യേകത എന്താണ്? സ്ക്വയർ പോലെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. പക്ഷെ ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ അത് റെക്ടാംഗിൾ പോലെയാണ്. 2D ഷേപ്പുള്ള റെക്ടാംഗിളിന് സിമിലർ ആയിരിക്കും ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മള് ബ്രിക്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബുക്ക്, ഇതൊക്കെയാണ് റേസർ, ഇങ്ങനെ റെക്ടാംഗുലർ ഷേപ്പ് റേസർ, ഇതൊക്കെയാണ് എന്തിന് എക്സാമ്പിൾ ആയിട്ട് വരിക? ക്യൂബോയിഡിന് എക്സാമ്പിൾ ആയിട്ട് വരിക. കമ്മിങ് ടു ദ നെക്സ്റ്റ് ഷേപ്പ്, ദാറ്റ് ഇസ് കോൺ. കോൺ എന്ന് പറയുമ്പോഴത്തേക്കും ഐസ്ക്രീം, കോൺ ഐസ്ക്രീം തന്നെ കേട്ടിട്ടുണ്ടാവും അല്ലെ? അത് ആ ഒരു ബർത്ത്ഡേ ക്യാപ്പ്, കോൺ ഐസ്ക്രീം, ഇതൊക്കെയാണ് കോൺ ലൈക്ക് ഷേപ്പ്. അതായത് അതിന്റെ ബോട്ടം ആ ഒരു സർഫസ് എന്ന് പറയുന്നത് സർക്കിൾ ആയിരിക്കും. പിന്നീടാണ് ഒരു കോർണർ ഉണ്ടാകുക. ഇങ്ങനെ വരുന്നതിനാണ് എന്ത് പറയാ? കോൺ ലൈക്ക് ഷേപ്പ് എന്ന് പറയാം. ഓക്കെ, ഇത്രയുമാണ് മേജർ ആയിട്ടുള്ള സോളിഡ് ഷേപ്സ്. സോളിഡ് ഷേപ്സ് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയിട്ടുള്ളൂ. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. എന്താണ് സോളിഡ് ഷേപ്പിന്റെ പ്രോപ്പർട്ടീസ്, എത്ര സൈഡ്സ് ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? 2D ഷേപ്പും 3D ഷേപ്പും ആണ്. 2D ഷേപ്സ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ പഠിച്ചു, സ്ക്വയർ പഠിച്ചു, റെക്ടാങ്കിൾ പഠിച്ചു, സർക്കിൾ പഠിച്ചു. ദെൻ വി സ്റ്റഡീഡ് അബൌട്ട് 3D ഷേപ്സ്. അത് ഏതൊക്കെയായിരുന്നു? ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ ലാസ്റ്റ് പഠിച്ച എന്തായിരുന്നു? കോൺ ആയിരുന്നു അല്ലെ? കോൺ പഠിച്ചു, ക്യൂബോയിഡ് പഠിച്ചു, ക്യൂബ് പഠിച്ചു, സിലിണ്ടർ പഠിച്ചു, അതുപോലെ തന്നെ ആദ്യം സ്ഫിയർ പഠിച്ചു. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.